റോപ്പിന്റെ ഒരു സെന്റർ നമ്മൾ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ച ഇത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിട്ടുള്ള സാധനമാണ്. എത്രത്തോളം പഠിക്കാൻ പറ്റുന്നത് നോക്കാം. ഈ രീതിയിൽ പിടിക്കാം. ഓക്കെ, ഇത് പല മെത്തേഡിൽ കെട്ടാം. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മളൊക്കെ കെട്ടുന്നത് പറയാം. ഒരു കൈ ഇങ്ങനെ തിരിക്കാം, ഒരു കൈ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു റോപ്പ് ഫ്രണ്ടിലേക്ക് പോകും. ഈ റോപ്പ് തൂങ്ങി നിൽക്കുന്ന റോപ്പ് ഫ്രണ്ടിലേക്ക് പോകും. വലത്തെ കൈ നമ്മൾ ഫ്രണ്ടിലേക്ക് പിടിക്കാം, തിരിക്കാം. മനസ്സിലായോ? ഇടത്തെ കൈ ഉള്ളിലേക്ക് ഇരിക്കാം. ഇപ്പൊ എങ്ങനെ ഉണ്ടാവുന്ന കേട്ടോ? ഒരു റോപ്പ് പുറത്തും ഒരു റോപ്പ് ഉള്ളിലും ഉണ്ടാവും, തൂങ്ങി നിൽക്കുന്ന റോപ്പ്. മനസ്സിലായല്ലോ? നേരെ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഒന്ന് പുറത്തേക്കും ഒന്ന് ഉള്ളിലേക്കും. ഓക്കെ, അതിനുശേഷം ഈ രണ്ട് ലൂപ്പും അടുപ്പിച്ചു കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് തൂങ്ങി താഴേക്ക് പോകുന്ന റോപ്പുകളില്ലേ, താഴേക്ക് പോകുന്ന റോപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. ഇങ്ങനെ വരും.